ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അലിന്ത ഗുപ്താണ്. ഞാനൊരു മെഹന്തി ആർട്ടിസ്റ്റ് ഉണ്ട്. നമുക്ക് ലൈനിലെ വിഷയം ആദ്യം കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി നമുക്ക് ലൈനിലെ വിഷയം പഠിക്കാം. വാ നമുക്ക് നോക്കാം. ഈ ലൈന് നമുക്ക് ഇങ്ങനെ എടുക്കാം. പ്രഷറിൽ കൺട്രോൾ നമുക്ക് കയ്യിൽ വേണം. ഓക്കെ, ഈ ലൈനിൻ്റെ അടുത്തേ ഒരു ലൈൻ വേണം. ദൂരെ ലൈൻ ഉണ്ടാക്കണ്ട. പിന്നെ ഒന്നുകൂടി लाइन ज़्यादा दूर नहीं लेना है, पास ओके. അടുത്ത എല്ലാ ഡയറക്ഷനിലും നിങ്ങൾ ലൈൻ പ്രാക്ടീസ് ആക്കണം. സ്ലാൻഡിങ്, സ്ലിപ്പിങ്. ഓക്കെ, ഇപ്പോഴാണ് ഫ്രീൽസ് പറയാൽ ഒരു റെഫറൻസ് ലൈൻ എടുക്കുക. പിന്നെ ഒരു സ്ലോ അങ്ങനെ സ്ലോ അങ്ങനെ എടുക്കുമ്പോൾ പിന്നെ നിങ്ങൾ ഇത് ഒരു സൈഡ് ചെറുത് വലുതാവില്ല. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഫ്രിൽസ് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ഫ്ലവർ സർക്കിൾ നോക്കാം. ഈ സർക്കിൾ മെല്ലെ എടുക്കുക. 2 3 4 5. ഇപ്പോൾ ഇതിൽ മേലെ ഫ്രിൽസ്. എപ്പോൾ ഇങ്ങനത്തെ സർക്കിൾ ഉണ്ടാക്കുമ്പോൾ ഫ്രിൽസൊക്കെ വേണം. പിന്നെ നമുക്ക് ഇതാക്കിയിട്ട് ഒരു വലിയ സർക്കിൾ. ഈ സർക്കിൾ എപ്പോഴും ആവശ്യമുണ്ടാവും. നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഉള്ളിൽ നോക്ക്. ഇതൊരു ഇങ്ങനെ ലൈൻ ഇടുമ്പോൾ ഒരു വേറെ ഫ്ലവർ ആവും. ഓക്കെ, പിന്നെ ഇതിനുള്ളിൽ ഡോട്ടും ഇടാൻ പറ്റും. രണ്ട് ടൈപ്പിൽ ഫ്ലവർ നിങ്ങൾ കണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഡോട്ടിൽ പ്രാക്ടീസ് ഏറ്റവും ഈസിയാണ്. നിങ്ങൾ നോക്കണം. ഈ മേലാഞ്ചിയിൽ ഇതാണ്. ഇത് സർഫേസിൽ ടച്ച് ആക്കണം. ഓക്കെ, ടച്ച് ആക്കിയിട്ട് എടുക്കണം. സർഫേസിൽ തന്നെ സ്റ്റോപ്പ് ആക്കണം. ടച്ച് ആക്കണം, പുഷ് ആക്കണം, സ്റ്റോപ്പ് ആക്കണം. ടച്ച് ആക്കണം, പുഷ് ആക്കണം, സ്റ്റോപ്പ് ആക്കണം. ടച്ച് ആക്കണം, പുഷ് ആക്കണം, സ്റ്റോപ്പ് ആക്കണം. ടച്ച്, പുഷ്, സ്റ്റോപ്പ്. ഇപ്പം നമുക്ക് ലീഫ് നോക്കാം. ലീഫ് ഇങ്ങനെ. ഈ ലീഫിൻ്റെ ഡയറക്ഷൻ എപ്പോഴും മേലെ വേണം. അങ്ങനെ തിന്ന ലൈൻ, തിക്ക്, തിക്ക് സ്റ്റോപ്പ്. പിന്നെ എങ്ങനെ തിക്ക് സ്റ്റോപ്പ്. പിന്നെ എങ്ങനെ ഇതൊക്കെ മേലോട്ടാക്കണം. അങ്ങനെ ഈ ഡയറക്ഷൻ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ പറ്റും നിങ്ങൾ ഉണ്ടാക്കുക. പേടിക്കണ്ട, ഉണ്ടാക്കണം, വർക്ക് എടുക്കണം. ഓക്കെ, പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ ഡോട്ട്സ്, ഇത് 4 സാധനം ആവശ്യമുണ്ട്. ലൈൻസ് നിങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞൊരു ബോക്സ് ഉണ്ടാക്കിയിട്ട് അതില്ലാത്ത എന്തൊരു ഇങ്ങനെ ഒരു ലൈനിങ്, ഇത് സ്റ്റാൻഡിങ് ലൈൻ ഇത് ഇങ്ങനെ, ഇതിങ്ങനെ ആക്കണം. ടച്ചാക്കിയിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഡിസൈൻ എന്താ വേണം, എന്താ ആവശ്യമുണ്ട് നിങ്ങൾ എനിക്ക് കോമൻസിൽ പറയാൻ മതി. ഞാൻ പിക്കോക്ക് എല്ലാ ഡിസൈനും എനിക്ക് പഠിപ്പിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ആക്കണം, ബെല്ലൈക്കൺ ടച്ച് ആക്കണം. എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എപ്പോഴും കിട്ടും. ഓക്കെ, എനിക്കൊന്നും വേണ്ട, നിങ്ങൾ ചെറുതായിട്ട് സപ്പോർട്ട് മതി. എനിക്ക് മലയാളമാണ് ഈ ചാനൽ
തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഹിന്ദി എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഇത് ഫസ്റ്റ് മലയാളം മെഹലാഞ്ചി ചാനലാണ്. ബിക്കോസ് ഞാൻ ഹിന്ദിയാണ്, അനിത ഗുപ്ത മുംബൈയിലെ ആളാണ്. പക്ഷെ ഞാനിപ്പോൾ മല്ലുവായി. എന്താ മക്കളെ, ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ഫ്രീൽസ് ഞാൻ പറഞ്ഞ് ഇങ്ങനെ റെഫറൻസ് ലൈൻ ഇടുക. പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് എന്താ ഡൗട്ട് ഉണ്ടാവുമ്പോൾ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ പറയാൻ മതി. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് സഹായിക്കും. എൻ്റെ ഡെയിലി വീഡിയോ നിങ്ങൾക്ക് കിട്ടും, അതേ മലയാളം ലാംഗ്വേജിൽ. ഓക്കെ, ശരി, ബായ്.